മീനുകൂടാ എന്തോ ഒരു കഥ പറയാൻ സമയം. ഓ ഒരു പ്രണയ പുഷ്പത്തിന്റെ കഥയാണ്. Okay. എവിടെയാണെന്ന് അറിയാമോ പ്രണയ പുഷ്പം? എവിടെയാ? ഹൃദയ സരസില. ഇനിയും നിൻകഥ പറയൂ. കിട്ടി. അപ്പൊ നമുക്ക് ഈ പ്രണയ പുഷ്പത്തിനെ എതിരേൽക്കാനായിട്ട് ആരാണ് പാടാൻ വരുന്നത്? ഒരു നല്ല നമ്മുടെ ഒരു പ്രണയ പുഷ്പമുണ്ട്, അതിനെ വിളിക്കാം നമുക്ക്. വിളിക്കാം. സാം കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. യെസ്. സാം കുട്ടൻ എന്തോ ഈയിടെയായിട്ട് എപ്പോഴും ഷർട്ടും കൊണ്ടുവിടാറുണ്ട് അല്ലേ? അതെ, വെറൈറ്റി അതെ. ആവുന്നുണ്ട് ഇപ്പൊ നല്ല എല്ലാം. ഇയാളുടെ പകുതി തല ഷർട്ടിന്റെ അകത്താണോ? അത് സാം കുട്ടൻ ഉള്ളിലേക്ക് ഒതുക്കി ദക്ഷിണാമൂർത്തി സ്വാമി, അതെ Yes. ശ്രീകുമാരൻ തമ്പി സർ, അതെ Yes. യേശുദാസ് സർ, അതെ ഡേഞ്ചർ ബിസ്ക്കറ്റ് അല്ലേ? ആ അതെ അതെ അപ്പൊ കം ഔട്ട് വിത്ത് യുവർ ബെസ്റ്റ്. താങ്ക് യു Okay, all the best. താങ്ക് യു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. Very nice, very nice, very nice. Thank you. Very good, very good. താങ്ക് യു. സാൻകുട്ട, എന്തോ
ഈ പാട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 55 വർഷമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. ആദ്യം എപ്പോഴോ കൊച്ചിയിലാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഈ പാട്ട് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ, ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ദക്ഷിണാമൂർത്തി സ്വാമിയും ദാസാറും കൂടെ ഒരു വേദിയിൽ ദക്ഷിണാമൂർത്തി സ്വാമി പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ദാസാറ് പാടുന്നു. അത് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ആ ഒരു വേദി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, ഓരോ പ്രാവശ്യം കേൾക്കും തോറും പുതിയ പുതിയ ഡയമെൻഷൻസ് വരുന്ന ഒരു പാട്ടാണ് ഈ ക്ലാസിക് എന്ന് പറയുന്നത്, ഹൃദയ സരസിലെ. ഇത് തമ്പി സാർ എനിക്ക് തോന്നുന്നു ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു 27ാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഈ പാട്ട് എഴുതുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്, രായ ചേച്ചിക്ക്. അപ്പോൾ തമ്പി സാറിന് ഒരു വലിയൊരു നമസ്കാരം ഈ പാട്ടിന്. എക്കാലത്തും ഇന്നും നാളെയും എന്നും നമുക്ക് ഓർക്കുന്നത് വരെയും അതിനും അപ്പുറവും ആ കാലത്തിനും കാലാതിവർത്തിയായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ സെലക്ഷനാണ് ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നീ പാടിയതിൽ തപോവന സീമയിൽ വണ്ടർഫുള്ളി സോങ്. എത്ര സമുദ്ര ചാർത്തി. സെയിം പോർഷൻ അതാണ് അത്. സെയിം പ്ലേസ്. യാ, അതും എന്തായിരുന്നു? നല്ലായിരുന്നു. നല്ലതല്ല, വണ്ടർഫുൾ. ബ്യൂട്ടിഫുൾ. എന്തായിരുന്നു? ബ്യൂട്ടിഫുൾ ആയിരുന്നു. അല്ല, വണ്ടർഫുൾ. വണ്ടർഫുൾ ആയിരുന്നു. വണ്ടർഫുൾ ആയിരുന്നു. എക്സലന്റ് ആയിരുന്നു. എക്സലന്റ് ആയിരുന്നു. പിന്നെ ഇത്രയും അരുണിമ നിൻ കവിളിൽ എന്ന് പാടിയത് എന്തായിരുന്നു? എക്സലന്റ് ആയിരുന്നു. അല്ല, വണ്ടർഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ അധികം സ്ഥലങ്ങളും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളും തോന്നി. ഇപ്പൊ ഇന്ന് നീ പാടിയപ്പോ അത് സാം കുട്ടന്റെ ഒരു ഹൃദയ സരസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് അതിനെക്കുറിച്ച്, അതിന്റെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. 1-2 സജഷൻസ് മാത്രം പറയാം. സ്വപ്ന ബിന്ദുവോ എന്ന് ആദ്യം പാടിയത് എങ്ങനെയായിരുന്നു? ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് സ്വപ്ന ബിന്ദുവോ കേട്ടോ, ചെറുതായിട്ട്. ആ പാട്ട് അതിന്റെ ഒറിജിനൽ, അതിന്റെ ഒരു ഫ്ലേവർ കൃത്യമായിട്ട് കുറെ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന ഒരു ആലാപനമാണ്. ഇതിനെ മാത്രമാണ് ആലാപനം എന്ന് വിളിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാപ്റ്റനിലേക്ക് മൈക്ക് കൈമാറട്ടെ. വണ്ടർഫുൾ വണ്ടർഫുൾ സാംസോണി. ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. എന്നെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എപ്പോഴും പറയുന്ന പോലെ അച്ഛന്റെ ഫേവറേറ്റ് പാട്ടാണ്. അപ്പോ രാത്രി ഭക്ഷണം എല്ലാരും ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുക രാത്രി. അപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആ സമയത്ത് പഴയ പാട്ടുകൾ വെക്കും. പഴയ പാട്ട് വെച്ചിട്ട് അതില് ആദ്യം തുടങ്ങുന്നത് ഈ പാട്ടും തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ഇരുന്നിങ്ങനെ സംസാരിക്കും ഒരു അരമണിക്കൂർ. സ്കൂളിലെ വിശേഷം, ക്ലാസ്സിലെ വിശേഷം, ടീച്ചർമാരെ പറ്റി, പിന്നെ വാനില് നടന്ന സംഭവങ്ങൾ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ എണ്ണി പറയും ഞാൻ. അത് ഇപ്പോഴും എനിക്ക് ആ സ്വഭാവമുണ്ട്. ഇപ്പോഴും നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കാറുണ്ട്. എന്റെ ഓർമ്മയുള്ള കാലം മുതൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്തരം സമയങ്ങളിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഈ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ആ മെമ്മറീസിലോട്ടേക്ക് സാംകുട്ടൻ എന്നെ കൊണ്ടുപോയി തിരിച്ചിട്ട്. എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒത്തിരി ഭാഗങ്ങള് നല്ല രസമായിരുന്നു കേൾക്കാൻ. എനിക്ക് ഫീൽ ചെയ്തത് നല്ല മെച്യൂർ ആയിട്ട് പാടി സാംകുട്ടൻ. നല്ല മെച്യൂരിറ്റിയോടുകൂടെ ഈ പാട്ട് സാംകുട്ടൻ ഹാൻഡിൽ ചെയ്തു. എന്തായാലും എന്റെ ഇവിടെ തൊട്ടു ഫീലുമായി എനിക്ക് ഫീലു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സാംസങ് സോണി നല്ല ബ്രില്യൻ സെലക്ഷൻ കേട്ടോ. ഇത് ദാസേട്ടൻ പാടിയത് അങ്ങനെ തന്നെ ഏകദേശം ഒപ്പിയെടുത്ത് പാടി എല്ലാ കാര്യങ്ങളോടും ഒന്ന് പാടിയിട്ടുണ്ട് ഭൂരിഭാഗവും കേട്ടോ. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതും ഞാനിപ്പോ എംജിങ്ങൾ പറഞ്ഞ പോലെ പലപ്പോഴും സ്റ്റേജില് സ്വാമി ആദ്യത്തെ ലൈൻ പാടിക്കൊടുത്ത് ദാസേട്ടൻ പാടുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ അല്ലേ. സ്വാമി ഹൃദയ സരസിലെ ദാസേട്ടൻ വെയിറ്റ് പറഞ്ഞു അല്ലേ. യെസ്, നല്ല രസമായിരുന്നു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ. എനിക്കത് മനസ്സിലായി. അപ്പൊ ഇതില് ഭൂരിഭാഗവും വളരെ ഭംഗിയായിട്ട് പാടി. അപ്പൊ എംജിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ് എനിക്കും കൂടുതൽ പറയാനുള്ളത്. പിന്നെ അർദ്ധനിമീലിത മിഴികളിൽ ഊറും ഫസ്റ്റ് പല്ലവിയില് അന്ന് കുറച്ച് ശ്രുതി മിഴികളിലൂറും
മിഴികളിലൂറും അത്രയും വേണ്ട. ആ. മിഴികളിലൂറും മിഴികളിലൂറും ആ. ആ. അശ്രുബിന്ദുവൻ അശ്രുബിന്ദുവിൻ സ്വപ്ന ആ സ്വപ്ന ആദ്യം അത് ഞങ്ങൾ പറഞ്ഞല്ലേ അന്ന് സ്വപ്നബിന്ദു. ആ, അതൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായി. ആ. പിന്നെ രണ്ടാമത്തെ എഴുതാൻ വൈകിയ ആ. അതും കറക്റ്റ് ആക്കണം. ഓ. പാടി. എഴുതാൻ വൈകിയ ആ ആ അത് കറക്റ്റ് സ്പീഡിൽ വേണം. അതേ സ്പീഡിൽ അതേ ടെമ്പോ. എഴുതാൻ ആ വൈകിയ. യെസ് യെസ് അത് Yes. നേരത്തെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഓ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായി. താങ്ക് യു സൂപ്പറോ സൂപ്പർ. താങ്ക് യു. ഇന്ന് സാംകുട്ടൻ കരസ്ഥമാക്കിയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ ഉം. എത്രയാണ്? 98.5 ആ. പോയിന്റ്. ആണ്. എടാ, എത്ര കറക്റ്റ് correct. ആയിട്ടുള്ള ഗസ്സാണ്. സത്യം. സത്യം. ആ. Correct Yes. ആണെന്ന് പറയില്ലേ? ഏയ്, അടിപൊളി. So you are getting 98.5 out of 100. Thank you. പക്ഷെ അത് അതെങ്ങനെ കൊള്ളാം, അല്ലേ? നമുക്ക് അതെങ്ങനെ നമ്മുടെ correct ഇതിന് guess ചെയ്തു? കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവാന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രേറ്റ് കാര്യം സംകുട്ട. ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. ബൈ. അപ്പൊ നല്ല വിലയിരുത്തലാണ്. അതെ കൃത്യമായിട്ട് അറിയാം അവൻ എവിടെയാണ് ചില പ്രശ്നം സ്ഥലം പറ്റിയത്. സ്ലിപ്പായി ഇച്ചിരി പോയില്ലേ, ആ അപ്പൊ അത് മാർക്ക് കുറച്ച് ഓ അപ്പൊ Okay. അങ്ങനെ അപ്പൊ കുറച്ച് എന്റെ പേര് ഒരു കാര്യം ചെയ്യട്ടെ, ഓ. ഞങ്ങൾ ഇവിടുന്ന് മാറി തരട്ടെ. ഒരു സ്റ്റൂൾ ഓക്കേടാ. കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഓ.